عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അൽ-ഇമാം അൽ-അല്ലാമ ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ പ്രശസ്തമായ ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിൽ അദ്ദർസു റാബി, നാലാമത്തെ പാഠം, അഖ്സാമു തൗഹീദ് വ അഖ്സാമു ശിർക്ക്, തൗഹീദിന്റെ ഇനങ്ങൾ അതുപോലെ ശിർക്കിന്റെ ഇനങ്ങൾ എന്ന പാഠമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ ശിർക്കിന്റെ ഇനങ്ങളായി ശിർക്കുൻ അക്ബർ, ശിർക്കുൻ അസ്ഗർ എന്നീ വിഷയങ്ങളാണ് നാം പറഞ്ഞത്. നാം ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഷിർക്കിന്റെ ഇനങ്ങൾ മൂന്നെണ്ണമാണ്. ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ഷിർക്കുൻ ഖഫിയും ഉണ്ട് എന്ന്. ഈ ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ വാക്കുകൾ, മത്തിനുള്ള വാക്കുകൾ ആദ്യം വായിക്കുകയാണ്. ഖാല റഹിമഹുല്ലാഹ്, അമ്മ النوع الثالث, മൂന്നാമത്തെ ഇനം, ഫഹുവ അശ്ശിർക്കുൽ ഖഫി, അത് ഗോപ്യമായിട്ടുള്ള ഷിർക്കാണ്. ഫദലീലുഹു ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹി ദജ്ജാൽ, മസീഹി ദജ്ജാലിനേക്കാൾ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യം എന്താണെന്ന് ഞാൻ അറിയിക്കട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാലു ബലാ യാ റസൂലല്ലാഹ്, സ്വഹാബികൾ പറഞ്ഞു, അതേ റസൂലേ, അറിയിക്കണം. ഖാല അശ്ശിർക്കുൽ ഖഫിയ്യു, ഗോപ്യമായിട്ടുള്ള ശിർക്കാണെന്ന് പറഞ്ഞു. യഖൂമു റജുലു ഫയുസല്ലി ഫയുസയ്യിനു സ്വലാതഹു ലിമാ യറാ മിൻ നദരി റജുലി ഇലൈഹി. യഖൂമു റജുലു യുസല്ലി, യഖൂമു റജുലു ഫയുസല്ലി, ഒരാൾ അവൻ നിസ്കരിക്കാൻ ആരംഭിക്കും. ഫയുസയ്യിനു സ്വലാതഹു, അവന്റെ നിസ്കാരം അവൻ ഒന്നുകൂടി നന്നാക്കും. നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ ഒരു പാരായണം, നല്ല രീതിയിലുള്ള സുജൂദ് ഒന്ന് നന്നാക്കും. എപ്പോഴും ലിമാ യറാ മിൻ നദരി അർറജുലി ഇലൈഹി, അവനിലേക്ക് ഏതെങ്കിലും ഒരാൾ നോക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവൻ അവന്റെ നിസ്കാരം എന്താക്കും? നന്നാക്കി കളയും. അയാൾ നോക്കുന്നതുകൊണ്ട് നന്നാക്കും. رواه الإمام أحمد في مسنده عن أبي سعيد الخدري رضي الله عنه. ഈ ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഹദീസിന്റെ ഉദ്ധരിച്ചിട്ടുള്ള റാവി സഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ ശിർക്കുൻ അക്ബറും ശിർക്കുൻ അസ്ഗറും പറഞ്ഞു. ശിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഹഖ് അത് മറ്റൊരാൾക്ക് ഭാഗിച്ചു കൊടുത്താൽ, ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്ത ഒരാളോട് സഹായം തേടിയാൽ, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അറിവ് നടത്തിയാൽ, ഇങ്ങനെയെല്ലാം ചെയ്താൽ അവൻ മില്ലത്തിൽ നിന്ന് പുറത്താണ്, ഖാലിദൻ ഫിന്നാർ, നരകത്തിൽ ശാശ്വതമായിരിക്കും. ശിർക്കുൻ അസ്ഗർ നമ്മൾ പറഞ്ഞു, അത് പ്രധാനമായി പറഞ്ഞത് ഒന്നുകിൽ മാഷാ അല്ലാഹു വശിഅത എന്ന് പറയൽ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്ത് പറയൽ, അങ്ങനെയുള്ള സംസാരങ്ങളിലെല്ലാം വരുന്ന ചെറിയ ശിർക്ക്. അത് തൗഹീദിന്റെ പൂർണ്ണതയെ ഇല്ലാതാക്കി കളയും. എന്നാൽ മില്ലത്തിൽ നിന്ന്, ദീനിൽ നിന്ന് അവൻ പുറത്താവില്ല, നരകത്തിൽ കാലാകാല ശിക്ഷയും ഉണ്ടാകില്ല. പക്ഷെ ഈ ശിർക്ക് സംഭവിച്ചതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം. മൂന്നാമത്തെ ഇനമാണ് ശിർക്കുൻ ഖഫിയ്യുൻ എന്ന് പറഞ്ഞത്. ശിർക്കുൻ ഖഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹിറായിട്ടുള്ള അലാമത്തുകൾ അതുണ്ടാവുകയില്ല. പ്രകടമായി നമുക്കത് കാണാൻ സാധിച്ചോണമെന്നില്ല. വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമുക്കത് മനസ്സിലായിക്കോണമെന്നില്ല. എന്നാൽ ഒരാളുടെ രഹസ്യമായി, ഗോപ്യമായി അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഷിർക്കുൻ ഖഫി എന്ന് പറയുന്നത്. നമ്മളിൽ പലർക്കും സംഭവിച്ചു പോകാവുന്ന ഒരു കാര്യമാണ്.
നമ്മൾ അശ്രദ്ധമായി പോയാൽ നമ്മളിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ശിർക്കുൽ ഖഫിയ്യുൻ എന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്വഹാബികൾക്ക് മസീഹ് ദജ്ജാലിനെ പറ്റി പറയുമ്പോൾ വളരെയധികം ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം വളരെ വലിയ ഫിത്നയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് ദജ്ജാലിന്റെ ഹദീസുകൾ പറഞ്ഞാൽ തന്നെയും അവരുടെ മുഖത്ത് അതിനെക്കുറിച്ചുള്ള ഒരു ഭയം, അതിനെക്കുറിച്ചൊരു വ്യാകുലത, അത് വൈകുന്നേരം വരെ, രാവിലെ പറഞ്ഞ ഹദീസാണെങ്കിൽ വൈകുന്നേരം വരെ അതിന്റെ ഒരു അടയാളം നിലനിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സഹാബികൾ ഏറ്റവും വലിയ ഫിത്നയായിട്ടുള്ള മസീഹ് ദജ്ജാലിനെ പറ്റി ഒരുമിച്ച് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു ഇവർ ആരെ പറ്റിയാണ് പറയുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മസീഹ് ദജ്ജാലിനേക്കാൾ നിങ്ങൾ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് ഞാൻ അറിയിച്ചു തരട്ടെയോ? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു കാര്യത്തെ പറ്റി പേടിച്ച് വളരെ ഭയപ്പാടോട് സംസാരിക്കുമ്പോ റസൂലുള്ളാഹി എന്ന് പറയാണ്, അതിനേക്കാൾ നിങ്ങൾ ഞാൻ ഭയക്കുന്ന മറ്റൊരു കാര്യത്തെ ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, റസൂലുള്ളാഹി എന്തായാലും അറിയിച്ചു തരണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അശ്ശിർക്കുൽ ഖഫിയാണത്, ഖഫിയായിട്ടുള്ള ഷിർക്കാണത്. കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ഗോപ്യമായിട്ട് ഒരാളിൽ സംഭവിക്കുന്ന ആ ഷിർക്ക്, അതിന് ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിശദീകരിച്ചു കൊടുത്തു. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അയാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അയാളും അള്ളാഹുവും തമ്മിൽ മാത്രമായിട്ടുള്ള അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, ഇബാദത്താണ്. അപ്പൊ ആ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന സമയത്ത് മറ്റൊരാൾ അയാളെ നോക്കുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി, വേറൊരാള് ഇത് കാണുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അയാൾ എന്തായി? അയാൾക്കൊന്ന് സുജൂദൊക്കെ ഒന്ന് നന്നാക്കാൻ തുടങ്ങി, റുക്കൂ ഒന്ന് നന്നാക്കാൻ തുടങ്ങി, ഇനി ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാകുന്ന ആ ഷിർക്കിനാണ് ഷിർക്കുൻ ഖഫിയ്യുൻ എന്ന് പറയുന്നത്. നിസ്കാരം ഒരു ഉദാഹരണം മാത്രമാണ്, ഏത് കർമ്മത്തിലും വരാം, ഏത് രീതിയിലും വരാം. അപ്പോ അതാണ് ഷിർക്കുൻ ഖഫിയ്യ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. നിങ്ങളിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം ഗോപ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരോണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ വളരെ ചെറിയൊരു ഉറുമ്പ് അരിച്ചു കയറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവൂല? അറിയ കൂടി ഉണ്ടാവൂല, നമ്മൾ അറിയുന്നില്ല. അതുപോലെയാണ് ഷിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിപ്പിച്ചു. കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷിർക്കിന്റെ എല്ലാവിധ ഇനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദുആ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ നിന്നെ തൊട്ട് രക്ഷ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു, അറിവോടുകൂടി അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നത്. വഅഊദു വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, ഞാൻ അറിയാതെ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് നിന്നോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ, നാം ചെയ്യുന്ന ഏത് കർമ്മവും അത് റിയാ ഇല്ലാതെ, മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ലാതെ അല്ലാഹുവിന് വേണ്ടി മാത്രം ഖാലിസായി ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പഠിക്കണം. ഇനി അല്ല ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നാളെ അല്ലാഹു തആല അവരോട് പോയി ചോദിച്ചോളാൻ പറയും. ഒരു ഹദീസിൽ കാണാം, ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്ത ആളുകളോട് യൗമുൽ ഖിയാമയിൽ, അന്ത്യനാളിൽ പറയും, ഇദ്ഹബൂ, നിങ്ങൾ പോയിക്കൊള്ളുക, ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, ദുനിയാവിൽ ആരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തത് അയാളുടെ അടുക്കലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, നിങ്ങൾ നോക്കി അവര് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കി എന്ന് പറയും. അപ്പോ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളത് നാം സൂക്ഷിക്കേണ്ട കാര്യമാണ്. അത് ശിർക്കുൻ ഖഫിയാണ്. ചില പണ്ഡിതന്മാർ ഷിർക്കിനെ വേറെ രീതിയിൽ പറഞ്ഞു കാണാൻ സാധിക്കും. ജലിയുൻ ഖഫിയുൻ, ഗൗരവമുള്ളത് അതുപോലെ തന്നെ ഗോപ്യമായത് എന്ന അർത്ഥത്തിൽ. ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് അവസാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് പറയാം. ഇനി ഷെയ്ഖ് ഷിർക്കുൽ ഖഫിയ പറഞ്ഞതിന് ശേഷം ഈ ബാബിൽ, ഈ ദർസിൽ പറയുകയാണ്,
ويجوز أن يقسم الشرك إلى نوعين فقط. فما ഷിർക്കിന്റെ എത്രയും പറഞ്ഞു? മൂന്നെണ്ണം പറഞ്ഞു. അശ്ശിർക്കുൽ അക്ബർ, ഷിർക്കുൽ അസ്ഗർ, ഷിർക്കുൽ ഖഫി, മൂന്നെണ്ണം പറഞ്ഞു. ഷേഖ് പറയാണ് രണ്ടിനമായി പറയലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അക്ബർ അസ്ഗർ, വലുത് ചെറുത് എന്നിനത്തിൽ. അമ്മ അശ്ശിർക്കുൽ ഖഫിയു ഫഇന്നഹു യഉമ്മുഹാ. ഷിർക്കുൽ ഖഫി എന്ന മൂന്നാമത് എണ്ണിയ കാര്യം അത് അക്ബറിലും വരുന്നതാണ് അസ്ഗറിലും വരുന്നതാണ്. അതായത് മൂന്നെണ്ണമായി എണ്ണിയ ഒരു കാര്യത്തെ രണ്ടെണ്ണമായിട്ടും ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. മൂന്നാമതായി പറഞ്ഞ ഷിർക്കുൽ ഖഫി അത് രണ്ടിലും സംഭവിക്കും. ഫയഖഉ ഫിൽ അക്ബർ, അക്ബറിലും സംഭവിക്കും. കശിർക്കിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ ഷിർക്ക് പോലെ. അക്ബറിൽ സംഭവിക്കുന്ന ഷിർക്കുൽ ഖഫി എന്നാണ് മുനാഫിഖീങ്ങൾ സംഭവിക്കുന്നത്. എങ്ങനെയാണ്? ലിഅന്നഹും യുഖ്ഫൂന അഖാഇദഹുൽ ബാത്തില ويتظاهرون بالإسلام رياء وخوفا على أنفسهم لأنهم يخفون أقاعدهم الباطلة. ബാത്തിലായിട്ടുള്ള അവരുടെ കുഫർ അവരെന്ത് ചെയ്യും? അവർ മറച്ചു വെക്കും. ويتظاهرون بالإسلام, എന്നിട്ട് ഇസ്ലാം അവർ പ്രകടമാക്കും. റിയാഅൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി. വഖൗഫൻ അലാ അൻഫുസിഹിം, അവർ സ്വന്തത്തിൽ ഭയപ്പെട്ടിട്ട്. കാരണം എന്താണ്? മദീനത്ത് ആരാണ് അവിടെ ഭരണമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ഉള്ളിൽ കുഫർ മറച്ചു വെച്ച് പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന റിയാ, അതെന്താണ്? മുനാഫിഖീങ്ങളുടെ ഖഫിയായ ശിർക്കാണ്. അത് അക്ബറിൽ ഉൾപ്പെടുന്നതാണ്. എന്നിട്ട് പറയാണ് വയകൂനു ഫി ശിർക്കിൽ അസ്ഗർ, എന്നാൽ ശിർക്കുൽ അസ്ഗറിൽ സംഭവിക്കും. റിയാ നമ്മൾ പറഞ്ഞു, കരിയ كما في حديث محمود بن لبيد الانصاري المتقدم وحديث ابي سعيد المذكور والله ولي التوفيق. ഏതുപോലെ കഴിഞ്ഞ പറഞ്ഞതുപോലെ ഹദീസ് പറഞ്ഞതുപോലെ. എന്താണ് ഇത് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്? ഷെയ്ഖ് പറയുന്ന വിഷയം നമ്മൾ പറഞ്ഞു ഷിർക്കിനെ മൂന്നായി വേർതിരിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ അതല്ലാതെ രണ്ടായിട്ടും പണ്ഡിതന്മാർ വേർതിരിക്കാറുണ്ട്. ഷിർക്കുൻ അക്ബർ ആയിട്ടും വേർതിരിക്കാറുണ്ട്, ഷിർക്കുൻ അസ്ഗർ ആയിട്ടും വേർതിരിക്കാറുണ്ട്. ഇനി മൂന്നാമത് പറഞ്ഞ ഷിർക്കുൻ ഖഫി എന്ന് പറഞ്ഞത് അത് രണ്ടിലും ഉൾപ്പെടും. അക്ബറിലും ഉൾപ്പെടും, അസ്ഗറിലും ഉൾപ്പെടും. അക്ബറിൽ ഉൾപ്പെടുന്നതിനുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുനാഫിഖീങ്ങളുടെ റിയാ ആണ്. ഇപ്പൊ ഷിർക്കുൽ ഖഫി നമ്മൾ റിയാ എന്ന് മനസ്സിലാക്കുക. ആ റിയാ രണ്ട് രീതിയിൽ ഉണ്ടാവും. അക്ബറായ ഷിർക്കുൻ അക്ബറായ റിയാവും ഉണ്ടാവും, ഷിർക്കുൻ അസ്ഗറായ റിയാവും ഉണ്ടാവും. ഷിർക്കുൻ അക്ബറായ റിയാ എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളുടെ റിയാ ആണ്. എന്താണ്? ഉള്ളിൽ കുഫർ, ഉള്ളിൽ പച്ചയായ കുഫർ വെച്ചുകൊണ്ട് അവർ പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസായിൽ പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്ത് قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا إن المنافقين മുനാഫിഖീങ്ങൾ യുഖാദിഊന അല്ലാഹ്, അവർ അല്ലാഹുവിനെ വഞ്ചിക്കാനും ചതിക്കാനുമാണ് നോക്കുന്നത്. വഹുവ ഖാദിഉഹും, എന്നാൽ അല്ലാഹുവാണ് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ അവർ ചെയ്തതിന്റെ തിരിച്ചായിക്കൊണ്ട്. വഇദാ ഖാമു ഇലസ്സലാത്ത്, അവർ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഖാമു കുസാല, മടിയന്മാരായി കൊണ്ടാണ് നിൽക്കുക. യുറാഊന അന്നാസ്, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ ജനങ്ങളെ ചുരുക്കം, വളരെ കുറവ് മാത്രമേ അവർ അല്ലാഹുവിനെ ഓർക്കുകയുള്ളൂ. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി, അവർ ഈ ഹക്കിന്റെ ബാത്തിലിന്റെ ഇടയിൽ ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ റിയാ എന്താണ്? മുനാഫിഖീങ്ങൾ ഉള്ളിലെ കുഫർ മറച്ചു വെച്ച് പുറത്ത് ഇസ്ലാം കാണിച്ചതാണ്. രണ്ടാമത്തെ റിയാ ശിർക്കുൻ ഖഫിയാകുന്ന റിയാ എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആളുകൾ കാണുമ്പോ നന്നാക്കി നിസ്കരിക്കുക, അതുപോലെയുള്ള ആളുകൾ കാണണം, ആളുകൾ കേൾക്കണം, ആളുകൾ ഇതിനെ പറ്റി പറയണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാ ആണ് ശിർക്കുൻ ഖഫിയ്യ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? നമ്മൾ ശിർക്കുൻ അക്ബറിനെ തന്നെ രണ്ടായി വേർതിരിക്കാൻ സാധിക്കും. ഷിർക്കുൻ അക്ബറിനെ തന്നെ രണ്ടായി വേർതിരിക്കാൻ സാധിക്കും. ഒന്ന് ജലിയായിട്ടുള്ളത്, രണ്ട് ഖഫിയായിട്ടുള്ളത്. ജലിയായിട്ടുള്ള ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അറിവ് നടത്തുക, അതാണ് ഷിർക്കുൻ അക്ബറിൽ ജലിയായത് എന്ന് പറയുന്നത്. ഖഫിയായത് എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബറിൽ തന്നെ
മുനാഫിഖീങ്ങളെ പോലെ പിന്നെ ഉള്ളിൽ കുഫർ വെച്ചത് നിഫാഖ് അഭിനയിക്കുന്നത്. ഇതാണ് ഖഫീ ആയിട്ടുള്ള ശിർക്കുൻ അക്ബർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശിർക്കുൻ അക്ബറിൽ തന്നെ രണ്ടിനുമുണ്ട്, ജലിയായതുമുണ്ട് ഖഫീയായതുമുണ്ട്. ജലിയായത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് തേടുന്ന അതുപോലെയുള്ള ശിർക്ക്. ഖഫീയായത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുഫ്ർ ഒളിപ്പിച്ച് പുറത്ത് റിയാവോടുകൂടി ഇസ്ലാം കാണിക്കുന്ന മുനാഫിഖീങ്ങളെ ശിർക്ക്. ഇനി ശിർക്കുൻ അസ്ഗറിലും ജലിയുമുണ്ട് ഖഫീയുമുണ്ട്. ശിർക്കുൻ അക്ബർ നമ്മൾ പറഞ്ഞല്ലോ. ശിർക്കുൻ അസ്ഗറിൽ ജലിയുമുണ്ട് ഖഫീയുമുണ്ട്. ജലി പറഞ്ഞാൽ ഗൗരവം പ്രാധാന്യം കൂടിയതെന്ന് അർത്ഥം. ജലിയായത് ഏതാണ്? ശിർക്കുൻ ഖഫീയിൽ മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറയൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്യൽ, ഇതൊക്കെ ശിർക്കുൻ അസ്ഗറിൽ ഗൗരവം കൂടിയതാണ്. ഇത് ശിർക്കുൻ അസ്ഗറിൽ ഖഫീ ആയിട്ടുള്ളതാണ് നാം രണ്ടാമത് പറഞ്ഞ റിയാ, ആളുകളെ കാണാൻ വേണ്ടി നിസ്കരിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നത്. അപ്പൊ ശിർക്കുൻ അക്ബറിൽ ജലിയും ഖഫീയും നമ്മൾ പറഞ്ഞു, ശിർക്കുൻ അസ്ഗറിൽ ജലിയും ഖഫീയും നമ്മൾ പറഞ്ഞു. ഇനി മൊത്തത്തിൽ എങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാർ ഈ ശിർക്കിനെ വേർതിരിച്ചത് എന്നുള്ളതാണ് മൂന്നിരത്തിൽ നമ്മൾ പറയാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ അവസ്ഥയിൽ മൂന്ന് തരത്തിലായി പറഞ്ഞു. ഒന്നാമതായിട്ട് ഷിർക്കിനെ ശിർക്കുൻ അക്ബറായി പറഞ്ഞു, അസ്ഗറായി പറഞ്ഞു, ഖഫീയായി പറഞ്ഞു. ഈ മൂന്ന് തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. രണ്ടാമത് ചില പണ്ഡിതന്മാർ അക്ബറും അസ്ഗറും മാത്രമായിട്ട് പറഞ്ഞു, ഖഫീനെ രണ്ടിലും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞു. മൂന്നാമത് ചില പണ്ഡിതന്മാർ ഷിർക്കിനെ ഖഫീയും ജലീലുമായിട്ട് വേർതിരിച്ചു. ജലിയും ഖഫീയും അഥവാ ഗൗരവം കൂടിയത് ഗൗരവം കുറഞ്ഞത്, അത് തന്നെ അക്ബറിലുമുണ്ട് അസ്ഗറിലുമുണ്ട്. ഈ തരത്തിൽ മൂന്നിനങ്ങളിലായിട്ട് ഷിർക്കിനെ ക്ലാസിഫൈ ചെയ്തത്, വേർതിരിച്ചത് കാണാം. ഇതല്ലാതെയും പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആദ്യം പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ ഉള്ളിൽ തന്നെ ഉൾക്കൊള്ളുന്നതാണ് ബാക്കി പറഞ്ഞ ഓരോ കാര്യങ്ങളും. അപ്പൊ ഷിർക്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇത്രത്തോളമാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദർസുൽ ഖാമിസ്. അദ്ദർസുൽ ഖാമിസ്, നമ്മൾ ഖുർആന്റെ തഫ്സീർ പറഞ്ഞു, ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു, അഖ്സാമു തൗഹീദ് പറഞ്ഞു, അഖ്സാമു ശിർക്ക് പറഞ്ഞു. അഞ്ചാമത്തെ പാഠം പറയുന്നത് അൽ ഇഹ്സാൻ. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഷെയ്ഖ് പറയാണ് അദ്ദർസുൽ ഖാമിസു അൽ ഇഹ്സാനു ركن الإحسان وهو أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. إحسان, ഇഹ്സാനിന്റെ റുക്നി എന്ന് പറയുന്നത് ഒന്നാണ്. ഈമാനിന്റെ അർക്കാനിന്റെ എത്ര നമ്മൾ പറഞ്ഞത്? 6. ഇസ്ലാമിന്റെ അർക്കാനിന്റെ എത്ര പറഞ്ഞത്? 5. ഇഹ്സാനിന്റെ അർക്കാൻ 1. എന്താണത്? അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിൽ കൂടി ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട്, അവൻ നിന്നെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാനിന്റെ റുക്ൻ. എന്താണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീനിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ദർജയാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദീനു അലാ സലാത്തി മറാത്തിബ്, ദീൻ എന്നുള്ളത് 3 മർത്തബകളെ നിലനിൽക്കുന്നത്. അതായത് നമ്മൾ അനുസരിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന, പരിശീലിക്കുന്ന ദീൻ എന്ന് പറഞ്ഞാൽ 3 മർത്തബകളിലാണ്. അതായത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ 3 മർത്തബകളിൽ ഒന്നായിരിക്കും. മുസ്ലിം ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മുനാഫിഖായി മാറണം. മുസ്ലിം എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3-1 നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുക. ഏതൊക്കെയാണ് 3 ഒന്ന് മുസ്ലിം എന്നുള്ള ഒന്നാമത്തേത്, മൂന്നാമത്തെ അഥവാ ഇസ്ലാം എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ഈമാൻ എന്ന് പറയും, മുഅ്മിൻ എന്ന് പറയും, മൂന്നാമത്തേത് ഇഹ്സാൻ എന്ന് പറയും. അതിലെത്തിയ വ്യക്തിയെ എന്ത് പറയും? മുഹ്സിൻ എന്ന് പറയും. ഇസ്ലാം, ഈമാൻ എന്നീ പദങ്ങൾക്ക് ഒരു ഖായിദ ഉണ്ട്. പല പദങ്ങൾക്കും ദീനിലുള്ള ഖായിദയാണ് ആ 2 വാക്കുകൾ വേറെ വേറെ പറയുകയാണെങ്കിൽ ഒരേ അർത്ഥമായിരിക്കും. ഇസ്ലാം മാത്രം പറയാണ്, ഈമാൻ മാത്രം പറയാണ്. അപ്പൊ അതിലെന്തർത്ഥം വന്നു? ഇസ്ലാംകാരും ഈമാൻകാരും ഒക്കെ ഉൾക്കൊള്ളു. എന്നാൽ അത് ഒരുമിച്ച് ചർച്ച ചെയ്യാണ്. ഇസ്ലാമും ഈമാനും നമ്മൾ പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളാണ്, അർത്ഥം വ്യത്യാസപ്പെടും. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈമാനികമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അതാണ് പറയുന്നത്. ഈ 3 മർത്തബകൾ പഠിപ്പിക്കുന്ന ഹദീസാണ് മഷ്ഹൂറായിട്ടുള്ള ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസ്.
അതിലെവിടെയാണ് ഇത് പഠിപ്പിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് കുറച്ച് സംഭവങ്ങളുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. എന്താണ് ഇസ്ലാം എന്നാൽ എന്നെനിക്ക് പറഞ്ഞു തരണം. അൽ ഇസ്ലാം, ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹുവിലും മുഹമ്മദ് റസൂലുള്ളാഹിലും ഷഹാദത്ത് ചെയ്യലാണ്. വ തുഖീമ സ്സലാത്ത്, നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. വ തുഅതിയ സകാത്ത്, സകാത്ത് നൽകലാണ്. വ തസൂമ റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കലാണ്. വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നീ നിനക്ക് സാധിക്കുമെങ്കിൽ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് നിർവഹിക്കലുമാണ് എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ചോദ്യം ഇത് പറഞ്ഞപ്പോൾ അടുത്ത ചോദിച്ചു, ഫഖ്ബിർനി അനിൽ ഈമാൻ. ഒന്നാമത്തെ മർത്തബ കഴിഞ്ഞു. രണ്ടാമത്തെ മർത്തബ കഴിക്കാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ നീ വിശ്വസിക്കലാണ്. വ മലായികതിഹി, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. വ കുതുബിഹി, അവന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്. വ റുസുലിഹി, അവന്റെ റസൂലുകളിൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദർ ഖൈറും ശർറും വിശ്വസിക്കലാണ്. അത് പറഞ്ഞു. അടുത്ത ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അൻ തഅബ്ദുല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് അല്ലാഹുവിനെ കാണുന്നത് പോലെ. നിനക്ക് അല്ലാഹുവിനെ കാണാം എന്ന പോലെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ കൂടി അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യലാണ്. ഈ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും, ഇത് ജിബ്രീലാണ്. ആ ജിബ്രീൽ വന്നെത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ദീനിന്റെ മർത്തബകളിൽ 3 എണ്ണമാണുള്ളത്. അതിലേറ്റവും ഉന്നതമായിട്ടുള്ള മർത്തബയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം, മുഅ്മിൻ, മുഹ്സിൻ നമ്മൾ പറഞ്ഞു. എല്ലാ മുഹ്സിനും മുസ്ലിമുമാണ്, മുഅ്മിനുമാണ്. ഇഹ്സാന്റെ ദർജയിൽ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ കുല്ലു മുഹ്സിനിൻ മുഅ്മിനുൻ വ മുസ്ലിമുൻ, എല്ലാ മുഹ്സിനും മുഅ്മിനുമാണ്, മുസ്ലിമുമാണ്. എല്ലാ മുഅ്മിനും മുസ്ലിമുമാണ്, പക്ഷെ എന്താവൂല? മുഹ്സിനാവൂല. എല്ലാ മുസ്ലിമും മുഅ്മിനും ആയിക്കൊള്ളുന്നില്ല, മുഹ്സിനും ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം കൊണ്ടും ഈമാൻ കൊണ്ടും ഒരാൾ എത്തിച്ചേരുന്ന ഉന്നതമായ ദറജയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അത് എത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിട്ട്, നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് അത് മാറണം. എന്താണ് ഇതിന്റെ റുക്ന് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കാണുന്നത് പോലെ, അള്ളാഹുവിന്റെ അസ്മാവുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും മനസ്സിലാക്കി പഠിച്ച് അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുക, അത്രത്തോളം അടുപ്പം അള്ളാഹുമായിട്ടുണ്ടാവുക, അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ചില പണ്ഡിതന്മാർ ഇഹ്സാനിനെ വീണ്ടും ഇഹ്സാനിൽ തന്നെ 3 ദർജകളുണ്ട് പറഞ്ഞ് കാണാം. ഇഹ്സാനിൽ തന്നെ 3 ദർജകളുണ്ട് എന്ന് പറഞ്ഞ് കാണാം. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് മുറാഖബത്താണ്. ഒരാൾ മുഹ്സിനാണെങ്കിൽ അവൻ തന്നെ 3 ദർജയിലായിട്ട് നോക്കും. ഒന്നാമത്തേത് മുറാഖബത്ത് എന്ന് പറയും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽനോട്ടത്തിലാണ് ഞാൻ എപ്പോഴും. അല്ലാഹു കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും എന്നോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. രണ്ടാമത്തെ ദർജ ഹയാ എന്ന് പറയും, ലജ്ജയുള്ളവൻ. അല്ലാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാവും, പക്ഷെ ആ ബോധത്തോടൊപ്പം അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുന്നവൻ. അതായത് നമ്മളിപ്പോ ചില ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ചെയ്യുന്ന പോലെ ആവൂല ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോ ചെയ്യാം. ഒറ്റക്കായിരിക്കുമ്പോ വ്യത്യാസം ഉണ്ടാവും. കാരണം ആളുകളുടെ മുമ്പിൽ നമ്മൾ ലജ്ജ കാണിക്കും. ആ ഒറ്റക്കുള്ളപ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം ആദ്യമുണ്ട്, പക്ഷെ ലജ്ജ കാരണത്താൽ അവൻ ഒന്നുകൂടിയും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവസ്ഥ. മൂന്നാമത്തേത് അൽ ഉൻസു, അള്ളാഹുമായിട്ട് വളരെയധികം അടുത്തിട്ടുള്ള, അള്ളാഹുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരവസ്ഥയാണ് അൽ ഉൻസു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുമായിട്ട് അങ്ങേയറ്റം അടുക്കുന്ന അവസ്ഥ.
ദിക്ർ കൊണ്ടും ശുക്ർ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവസ്ഥക്കാണ് അൽ ഉൻസു എന്ന് പറയുന്നത്. ഈ 3 ദർജകളിലായിട്ടാണ് ഒരു മുഹ്സിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് കാണാം. ഒന്നാമത്തേത് മുറാഖബത്ത്, അതിൽ തൊട്ടുമുകളിൽ ഹയാ, അതിൽ തൊട്ടുമുകളിൽ അൽ ഉൻസു എന്ന് പറയുന്ന 3 ദർജകൾ. അപ്പൊ എന്താണ്? ഈ എല്ലാ രീതിയിലും സ്വന്തത്തെ പരിശീലിപ്പിച്ച് അൽ മുജാഹദത്തുൻ നഫ്സ്, സ്വന്തത്തിനോട് അതിയായി പരിശ്രമിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിവാക്കുന്നതിലും അതിന്റെ പൂർണ്ണതയിലെത്തുന്ന അവസ്ഥക്കാണ് എന്ത് പറയുന്നത്? അൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇഹ്സാൻ എത്തിയ ആളുകൾ അവർ അനുഭവിക്കുന്ന ചില ആസ്വാദനങ്ങളുണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറയുന്നത്. മഅയ്യത്തുൽ ഖാസ്സ, ചില അടിമകൾക്ക് പ്രത്യേകമായി അനുഭവിക്കുന്ന അള്ളാഹു നൽകുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ സാമീപ്യം. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും പിന്താങ്ങുകൊണ്ടും സഹായവും കൊണ്ടും ഒരടിമയോടൊപ്പം അള്ളാഹു ഉണ്ടാവുക. അത് ഖാസ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളിൽ ചിലർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു നൽകുന്നതാണ്. ആ മഅയ്യത്ത് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇഹ്സാനിന്റെ ദറജയിൽ എത്തുന്ന ആളുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞു, ഇന്ന അല്ലാഹ മഅൽ ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരോടൊപ്പം അതുപോലെ തന്നെ ആരോടൊപ്പം ഉണ്ടാകും? ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പം ഉണ്ടാകും. അതുപോലെ സൂറത്തുൽ അൻകബൂത്തിന്റെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ വഇന്ന അല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പമായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് അല്ലാഹുവിന്റെ ഹുബ്ബ് അവർക്ക് ലഭിക്കും. അല്ലാഹു ഒപ്പം ഉണ്ടാവും, അല്ലാഹുവിന്റെ മഅയ്യത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ അല്ലാഹു അവരെ ഇഷ്ടപ്പെടും, അല്ലാഹു അവരെ സ്നേഹിക്കും. ഇഹ്സാൻ ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇഹ്സാൻ ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഹ്സാൻ ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത് കാണാം. ഇനി അതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചും ഇഹ്സാൻ ചെയ്യും. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് എന്ത്? അൽ മുഹ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, സുഹൃതം ചെയ്യുന്നത്, അങ്ങനെ അഥവാ ഇസ്ലാമും ഈമാനിന്റെ പൂർണ്ണതയിൽ എത്തിക്കുക, അള്ളാഹുവിനെ പൂർണ്ണമായി സൂക്ഷിക്കുക. എല്ലാത്തിന്റെ പൂർണ്ണത എന്താണോ അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞത്. എല്ലാത്തിന്റെയും പൂർണ്ണത എന്താണോ അതാണ് ഇഹ്സാൻ. ഒരാൾ നിസ്കരിക്കുകയാണ്, ആ നിസ്കാരത്തിൽ അതിന്റെ റുക്കുനും ചെറുത്തും ഫർളും ഖുശൂഉം എല്ലാം പൂർണ്ണമായി ചെയ്തോ അവൻ ഇഹ്സാനോടുകൂടി നിസ്കരിച്ചു. അതിൽ വളരെയധികം സൽക്കർമ്മം ചെയ്യാണ്, അതിന്റെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി റിയാവും സുരക്ഷിതമായി ഏറ്റവും പൂർണ്ണതയിലെത്തിയോ അതാണ് ഇഹ്സാനോടുകൂടിയുള്ള കർമ്മം. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇഹ്സാൻ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചും ഇഹ്സാൻ ചെയ്യുന്നതാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലില്ലദീന അഹ്സനൂ അൽ ഹുസ്ന വസിയാദ. ആരാണോ ഇഹ്സാൻ ചെയ്യുന്നവര് അവർക്ക് ഹുസ്നയുണ്ട്, അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള അള്ളാഹു തിരിച്ചു ചെയ്യുന്ന ഹിസാനായിട്ടുള്ള സ്വർഗമുണ്ട്. വസിയാദ, അള്ളാഹു അധികരിപ്പിച്ച് നൽകുന്നവരാണ്. അതിനേക്കാൾ അധികമായിട്ടുള്ളത് എന്താണ്? അള്ളാഹുവിലേക്കുള്ള നോട്ടവും അവന് ലഭിക്കുന്നതാണ്. സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാൻ ചെയ്തവന് ഇഹ്സാൻ അല്ലാതെ മറ്റെന്തെങ്കിലും പ്രതിഫലം ഉണ്ടാവുമോ? സുഹൃതം ചെയ്യുന്നവന് തിരിച്ചു സുഹൃതം ചെയ്യുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഫമൻ അഹ്സൻ അഹ്സനല്ലാഹു ഇലൈഹി. ആരാണോ അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്യുന്നത് അവനോട് തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇഹ്സാൻ ചെയ്യുന്നതായിരിക്കും, തിരിച്ച് നന്മ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ ആരാണോ ജിഹാദ് ചെയ്യുന്നത് കഠിനമായി പരിശ്രമിക്കുക. നന്മകൾ ചെയ്യുന്നിടത്ത്, തിന്മകൾ ഒഴിവാക്കുന്നിടത്ത്, ദഅവത്തിന്റെ മേഖലകളിൽ, ഇൽമ് നേടുന്നിടത്ത്, അങ്ങനെ എന്തെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം കഠിനമായി പരിശ്രമിക്കുക. അപ്പലനഹ്ദിയന്നഹും സുബ്ലനാ, നമ്മൾ തീർച്ചയായിട്ടും അല്ലാഹു പറയുന്നത് നാം അവന് കൂടുതൽ ഹിദായത്ത് നൽകിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പറഞ്ഞു, വഇന്ന അല്ലാഹ ലമഅൽ മുഹ്സിനീൻ. തീർച്ചയായും അല്ലാഹു മുഹ്സിനീങ്ങളുടെ ഒപ്പം ഉണ്ടാകും.
അപ്പോൾ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെതിരെ ജിഹാദ് ചെയ്ത് പരിശീലിപ്പിക്കലാണ്. അതുപോലെ തന്നെ ക്ഷമ അവലംബിക്കലാണ്, കാത്തു സൂക്ഷിക്കലാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സ്ഥിരത കൈവരിക്കലാണ്, അള്ളാഹു നോക്കുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കലാണ്, ചെയ്യുന്ന കർമ്മങ്ങളിൽ ഖൽബിന്റെ ഇസ്തിഹ്ബാർ, ഖൽബിന്റെ സാന്നിധ്യം അതുണ്ടാകലാണ്. ഒരു കർമ്മം ചെയ്യുമ്പോ ഞാൻ അള്ളാഹിന്റെ മുമ്പിലാണ് ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തിൽ ചെയ്യലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതാണ് ഇഹ്സാനിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ദീന് 3 മർത്തബകളിലാണ്: ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. എല്ലാ മുഅ്മിനും മുസ്ലിം ആയിരിക്കും, എല്ലാ മുഅ്മിനും മുസ്ലിം ആയിരിക്കും, പക്ഷെ തിരിച്ചായിക്കോണമെന്നില്ല. ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ഉന്നതമായ സ്ഥാനമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതിന് 3 ദർജകളായിട്ടുണ്ട്. മുറാഖബത്ത്, അള്ളാഹു തന്നെ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കൽ. അൽ ഹയാ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കൽ. മൂന്നാമത്തേത് അൽ ഉൻസ്, അള്ളാഹുവിനോട് അതിയായ അടുപ്പം അവന് ഉണ്ടായിരിക്കൽ എന്നതാണ് അവിടെ പറയുന്നത്. ഇനി ഇഹ്സാനിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവനുള്ള നേട്ടങ്ങൾ, അള്ളാഹുവിന്റെ മഅയ്യത്ത് അവന് ലഭിക്കും, അള്ളാഹു ഒപ്പമുണ്ട് എന്നുള്ള ബോധം, അള്ളാഹുവിന്റെ ഹുബ്ബ്, അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രതിഫലവും അവന് തിരിച്ച് നൽകുന്നതാണ്. ഇതെല്ലാമാണ് ഇഹ്സാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇഹ്സാനിന്റെ അർക്കാനിൽ ഒന്നാണ്, ഒരു റുക്നേ ഉള്ളൂ, അതാണ് തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തത് അദ്ദർസു സാദിസ് ശുറൂത്തു സ്വലാത്ത്, നിസ്കാരത്തിന്റെ ഷർത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.